ഭാര്യയോ ഭർത്താവ് ഏതെങ്കിലും ഒരാൾ മുശ്രിക്കോ മുശ്രിക്കത്താണെങ്കിൽ അവരുടെ വിവാഹം അസാധുവാണ്, അത് പറ്റില്ല. കാരണം കലാകാരൻ നരകത്ത് കിടക്കുന്ന ആളാണ്, ശിർക്കിന്റെ ആള് എന്ന് നമുക്കറിയാലോ. അങ്ങനെയുള്ള ഒരാൾക്ക് നമ്മുടെ മോമിനത്തായ കുട്ടിയെ വിവാഹം ചെയ്തു കൊടുക്കാൻ പാടില്ല, നേരെ തിരിച്ചും പറ്റില്ല എന്നർത്ഥം. പിന്നെ ആ ആയത്തിന്റെ അവസാനം വലാ തുംസികൂ ബിഇസമിൽ കവാഫിർ, അവിശ്വാസിനികളുമായുള്ള ബന്ധങ്ങൾ നിങ്ങൾ മുറുകെ പിടിക്കുകയും ചെയ്യരുത് എന്ന് പരിശുദ്ധ ഖുർആൻ നമുക്ക് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ വിവാഹത്തെ സംബന്ധിച്ചിടത്തോളം ഇതിപ്പോ ഈ വിവാഹം ഏർപ്പെടുത്തുക എന്നൊക്കെ പറയുമ്പോ ഇതിനെപ്പറ്റി കൂടുതൽ ആലോചിക്കാത്തത് കൊണ്ട് ചിലര് ഇതൊക്കെ വലിയ വിഷയം തോന്നും. ഇതിനേക്കാൾ നിസ്സാരമായ വിഷയത്തിൽ തന്നെ വിവാഹബന്ധം വേർപ്പെടുത്തപ്പെടാറുണ്ട്. മാത്രമല്ല ഇസ്ലാമിൽ തന്നെ വേർപ്പെടുത്തുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഒരാള് കല്യാണം കഴിക്കുന്ന പെൺകുട്ടി ആ പെൺകുട്ടിക്കും ഈ യുവാവിനും ഒരാൾ മുല കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർക്കിടയിലുള്ള വിവാഹബന്ധം പാടില്ല, അത് നിയമം. ഇനി അറിയാതെ അങ്ങനെ വിവാഹബന്ധം കഴിഞ്ഞു നോക്കുക, അതിനുശേഷമാണ് അറിഞ്ഞു നോക്കുക, എന്ത് ചെയ്യണം? ഉടനെ ഒഴിവാക്കണം, ഇന്നൊന്നും നോക്കാൻ പറ്റില്ല. എന്റെ പ്രശ്നം ഈ ഭാര്യ ഭർത്താക്കന്മാർക്ക്, ഈ ദമ്പതികൾക്ക് ഒരാള് മുല കൊടുത്തിട്ടുണ്ട്, അതാ കാരണം. പിന്നെ അവരുടെ വൈവാഹിക ജീവിതം തുടരാൻ പറ്റില്ല. ഇനി അത് ബോധ്യല്ല, സംശയമുള്ളൂ എന്നൊക്കെ, ഇങ്ങനെ രണ്ടാൾക്കും ഇന്നൊരാള് ഇന്നൊരു സ്ത്രീ മുല കൊടുത്തിട്ടുണ്ട് എന്ന് സംശയമുള്ളൂ എന്നൊക്കെ. ഉദാഹരണം പറയാം, സഹീഹ് മുസ്ലിമിലൊക്കെ ഉള്ളത് ഹദീസാണ്. ഉഖബത്ത് ഇബ്നുൽ ഹാരിസ് എന്ന സഹാബി തസവ്വജ ഇബ്നതൻ ലി അബി ഇഹാബ്, അബൂ ഇഹാബിന്റെ ഒരു മകളെ വിവാഹം ചെയ്തു. വിവാഹം കഴിഞ്ഞു, കല്യാണം കഴിഞ്ഞതിന് ശേഷം ഒരു സ്ത്രീ വന്നിട്ട് പറയാം, അങ്ങനത്തെ രണ്ടാൾക്ക് ഞാൻ മുല തന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞു. ഈ സമയം ഇവരും നിഷേധിച്ചു, അങ്ങനല്ല, നിങ്ങളുടെ തരം ഒരു സാധ്യതയില്ല, ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല, അങ്ങനെ അറിയില്ല അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ, അതില്ലാന്ന് പറഞ്ഞു. പക്ഷെ എന്നാലും ഇത് വിശ്വാസമില്ല. ഇതിപ്പോ ഒരാൾ ഇങ്ങനെ വന്ന് പറഞ്ഞു. ഇവിടെ അദ്ദേഹം വേറെ നാട്ടിൽ നിന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുത്തേക്ക് മദീനയിലേക്ക് വാഹനം കയറി വരികയാണ്. എന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാണ്, നബിയേ, ഞാനൊരു സ്ത്രീയെ കല്യാണം കഴിച്ചു, ഒരു സ്ത്രീ വന്നിട്ട് പറഞ്ഞു ഞങ്ങൾക്ക് രണ്ടാക്കും അവര് മുല തന്നിട്ടെന്ന് പറയുന്നത്. പക്ഷെ അങ്ങനല്ലാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പൊ റസൂലിന്റെ മറുപടി, ഇനിയിപ്പോ എന്താ ചെയ്താവോ ഇപ്പൊ വക്കത് സ്ത്രീയിൽ ഇപ്പൊ എന്ത് പറഞ്ഞു കാര്യം, ഇങ്ങനെ പറയപ്പെട്ടില്ലേ, വിശ്വാസം എടുക്കാൻ പറ്റില്ല, വേർപിരിയണം എന്ന് പറഞ്ഞു. അപ്പൊ ആ വിഷയത്തിൽ പോലും വേർപിരിയേണ്ടത് അങ്ങനെ തന്നെ വേർപിരിയണം. അപ്പൊ ഈ ലോകത്തൊരു മനുഷ്യന് ചെയ്യാവുന്ന ഏറ്റവും വലിയ തിന്മയാണല്ലോ അപ്പം പിന്നെ ശിർക്ക് എന്ന് പറയുന്നത്. അപ്പൊ ഒരു മുശ്രിക്ക് ഒരിക്കലും ഒരു മുഅ്മിനത്തിനെ വിവാഹം ചെയ്യാൻ പറ്റില്ല എന്നർത്ഥം. അതിലാകെ ഇളവുണ്ടെങ്കിൽ അഹ്ലു കിതാബിന്റേതാണ് ഇളവുണ്ട്, അതിനേക്കാൾ അപകടമാണ് മറ്റുള്ളവരുടേത് എന്നർത്ഥം. അപ്പൊ ഏതായാലും ശരി, അതല്ലാത്ത ആൾക്കാർ, അത് ആ അഹ്ലു കിതാബ് തന്നെ ഒന്നുകൂടി നമ്മൾ പഠിക്കണം. അത് പണ്ടുള്ള ആൾക്കാർക്ക് ബാധകമായിരുന്നോ, പിൽക്കാലത്ത് അത് അങ്ങനെയാണോ അല്ലേ എന്നുള്ളതൊക്കെ ഒന്നുകൂടി ആ ഭാഗം നോക്കേണ്ടതാണ്. ഇത് മൊത്തത്തിൽ ഇവിടെ എന്താ പറഞ്ഞത്, ഇവിടെ പരിശുദ്ധ ഖുർആൻ പറഞ്ഞ് അവര് ഹിജ്റ അടുത്ത് വന്നാൽ പിന്നെ അവരുടെ ഭർത്താക്കന്മാർ ഒഴിവാക്കിയിട്ട് വന്നതെങ്കിലും മോമിനത്താണ് അവർ ഒരിക്കലും ഭർത്താക്കന്മാരുടെ അടുത്തേക്ക് നിങ്ങൾ മടക്കിവിടാൻ പാടില്ല, യാതൊരു സംശയമില്ല. കാരണം മുശ്രിക്കിന്റെ കീഴിൽ ഒരു മോമിനത്ത് ജീവിക്കാൻ പാടില്ല എന്നത്. ഇനി ഈ ശിർക്ക് ചെയ്യുന്ന ആള് മരിച്ചു പോയാൽ ലാ യുസല്ല അലൈഹി, അവന്റെ നമസ്കരിക്കാൻ പാടില്ല. അതുപോലെ വലാ യുദ്ഫൻ ഫീ മഖാബിൽ മുസ്ലിമീന, മുസ്ലിങ്ങളുടെ മഖ്ബറകളിൽ അവർ മറവ് ചെയ്യപ്പെടാൻ പാടില്ല എന്നൊക്കെയാണ് അതിന്റെ വിധികൾ. അങ്ങനെയുണ്ട്. അവിശ്വാസിയായ ആള് മുസ്ലിമാണെന്ന് പറയുന്നുണ്ടാവാം, പക്ഷെ അയാളുടെ വിശ്വാസം അഖീദയാണ് ഒരാളെ മുസ്ലിമാക്കുന്നത്. അഖീദയിൽ ശിർക്കുണ്ടെങ്കിൽ, ശിർക്ക് ചെയ്യാമെന്ന് വിശ്വസിക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം, വിശ്വസിച്ചിട്ടില്ലെങ്കിലും അയാളെ ജീവിതം ശിർക്കിലാണെങ്കിൽ അത് മരിച്ചു പോയാലൊക്കെ പ്രശ്നമാണ്. അത് മുശ്രിക്കാണെന്ന് ബോധ്യമാണ്, വ്യാഖ്യാനപരമായത്. അയാൾ അതിന്റെ ആൾ തന്നെയാണ് നമുക്ക് ഉറപ്പാണ്, ശിർക്കിന്റെ ആളാണ്. അപ്പോഴാണ് ഈ വിധികളൊക്കെ അവരുടെ മേൽ നടപ്പിലാവുക. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു നിർദ്ദേശം കൊടുക്കുകയാണ്. സൂറത്ത് തൗബ 84-ാമത്തെ വചനം, വലാ തുസല്ലി അലാ അഹദിൻ മിൻഹും, അവർക്ക് വേണ്ടി ഒരാൾക്ക് പോലും നിങ്ങൾ നമസ്കരിക്കരുത്, ഒരാൾക്ക് നമസ്കരിക്കരുത്. അബദൻ, മരിച്ച ആൾക്ക് ഒരാളെ പേരിൽ നിഷ്കരിക്കണ്ടാവും. ഇതിപ്പോ മുനാഫിക്കുകളെ പറ്റി കാര്യത്തോടെ പറയണം. വലാ തഖും അലാ ഖബരിഹി, അവരെ ഖബറിൽ നിങ്ങൾ നിൽക്കാൻ പാടില്ല.
പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട്. കാരണം ഇന്നഹും കഫറൂബില്ല, അവര് അള്ളാഹുവിൽ അവിശ്വസിച്ചിട്ടുണ്ട്, റസൂൽ അവന്റെ ദൂതനിലും. മാത്രം അവർ മരിച്ചിട്ടുള്ളത് എങ്ങനെയാണ്? വഹും ഫാസിഖൂൻ, അവര് ഫാസിഖീങ്ങളായിട്ടാണ് അവര് മരിച്ചിട്ടുള്ളത്. അതുപോലെ മഹാനായ ഇബ്രാഹിം അലൈഹി സ്വലാമിനെ പറ്റി പറഞ്ഞു, വമാ കാന ഇസ്തിഗ്ഫാർ ഇബ്രാഹിം ലിഅബീഹി, ഇബ്രാഹിം അലൈഹിസ്സലാം വാപ്പാക്ക് വേണ്ടി പാപമോചനത്തിന് വേണ്ടി നടത്തിയൊരു പ്രാർത്ഥന ഉണ്ടല്ലോ, അതെന്തുകൊണ്ടാണ്? അത് ഇല്ലാൻ മൗലിദത്തിന് വാദഹ ഇയ്യാഹു, അദ്ദേഹം അള്ളാഹുവിനോട് ഒരു കരാർ ചെയ്തിരുന്നു. അസ്തഗ്ഫിറന്ന ലക, ഇത് എന്നെ എറിഞ്ഞു കൊല്ലും എന്നൊക്കെ ഇബ്രാഹിം അലൈഹി സ്വലാമിനോട് പിതാവ് പറഞ്ഞപ്പോൾ, ഞാൻ പോവുകയാണ്, നിങ്ങൾക്ക് സലാം, ഏതാണ് നിങ്ങൾക്ക് ഞാൻ പ്രാർത്ഥിക്കുക ചെയ്യുമെന്ന് കരാർ ചെയ്തിരുന്നു. പക്ഷെ അത് അന്ന് അങ്ങനെ ചെയ്തത് അദ്ദേഹം തിരുത്തിയിട്ടുണ്ടെന്നാണ്. ഫലമ്മ തബയ്യന ലഹു, ഇബ്രാഹിം അലൈഹി സ്വലാമിന് ബോധ്യമായി തന്റെ പിതാവ് അന്നഹു അദുവ്വുലില്ല, അള്ളാന്റെ ശത്രുവാണ് എന്ന് പറഞ്ഞാൽ മുശ്രിക്കാണ്, കാഫിറാണെന്ന് കൃത്യമായിട്ട് ഇബ്രാഹിം അലൈഹി സ്വലാമിന് ബോധ്യമായി കഴിഞ്ഞാൽ സ്വന്തം പിതാവാണെങ്കിലും ആരാണെങ്കിലും അവർക്ക് വേണ്ടി എന്ത് ചെയ്യാൻ പാടില്ല? പ്രാർത്ഥിക്കാൻ പാടില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മയുടെ വിഷയത്തിൽ പോലും നമുക്കറിയാം, റസൂൽ ഇങ്ങനെ കരഞ്ഞു. അപ്പൊ എന്താ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മാക്ക് വേണ്ടി പാപമോചനത്തിന് വേണ്ടി പിന്നെ പ്രാർത്ഥിക്കട്ടെ സമ്മതം ചോദിച്ചപ്പോ അതിന് സമ്മതം കൊടുത്തില്ല എന്നാണ് അതിനെപ്പറ്റി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഏതായാലും ശരി, ഇവിടെ പിന്നെ ഈ വിഷയം ഇവരുമായുള്ള വിവാഹ ബന്ധത്തെ പറ്റിയാണ് പറഞ്ഞത്. അതുപോലെ അവരുടെ പേരിലുള്ള നിസ്കാരം, പിന്നെ അവർക്ക് വേണ്ടി പിന്നെ അവരുടെ മഖബറ ഒരുക്കുന്ന വിഷയം, ഇതൊക്കെ നമ്മൾ ആലോചിക്കേണ്ട വിഷയം തന്നെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരിക്കുന്നതിന്റെ 4 ദിവസം മുമ്പ് വസിയത്ത് ചെയ്ത വസിയത്തുകളിൽ ഒന്നിങ്ങനെയാണ്: യഹൂദികളെ, നസാറാക്കളെ, മുശ്രിക്കുകളെ ജസീറത്തുൽ അറബിൽ നിന്ന് നിങ്ങൾ ഒഴിവാക്കണം എന്ന് പറഞ്ഞു. മുറത്താവിന്റെ കാലത്ത് അങ്ങനെ ശുദ്ധീകരിച്ചിട്ടുണ്ട്. അതെന്താന്ന് ചോദിച്ചാൽ അവിടെ ശിർക്ക് പറ്റില്ല എന്നർത്ഥം. ഇസ്ലാമിന്റെ ഒരു കേന്ദ്രമാണ് മക്ക, മദീന. അപ്പൊ അവിടെ ശിർക്കൻ വിശ്വാസങ്ങൾ പറ്റില്ല. ഹിജ്റ 10 അബൂബക്കർ സിദ്ദീഖിനെ ആദ്യം പറഞ്ഞയച്ചു. അദ്ദേഹം വിളിച്ചു പറഞ്ഞു, ഈ ഭവനത്തിൽ ഇനി മുശ്രിക്കുകളൊന്നും തവാഫ് ചെയ്യാൻ പാടാന്നുള്ള പ്രഖ്യാപനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതിനുശേഷം 100% പല ഭാഗത്തൊക്കെ അവിടെയും ഇവിടെയും മുശ്രിക്കുകൾ താമസിച്ചിരുന്നു. പിന്നെ അവരൊക്കെ ഈ പ്രത്യേക പ്രദേശങ്ങളിൽ നിന്ന് ഒഴിവാക്കണം. ഹിജാസിൽ നിന്ന്, മക്കി മദീനയുടെ നിന്ന് ഭാഗമാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. അവിടുന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട്. കാരണം അവിടെ ശിർക്കും തൗഹീദും തമ്മിൽ യാതൊരു യോജിപ്പുണ്ടാകാൻ പറ്റില്ല, ഒരു സ്ഥലത്തും പറ്റില്ല. പക്ഷെ അവിടെ ആ പ്രദേശത്തന്നെ പറ്റില്ല എന്നതാണ് ഇസ്ലാമിന്റെ നിയമം എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ ഇത് കാഫിറുകളും മുശ്രിക്കുകളും എന്നൊക്കെ പറയുമ്പോൾ മുമ്പ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, അതേതോ ജൂതന്മാരും ക്രിസ്ത്യാനികളും വേറെ വല്ല ഹിന്ദുക്കളും മറ്റവരൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെയല്ല, മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽ പെട്ടാലും അവരും കണ്ടമാനുണ്ട്. അവരാണ് ഇപ്പൊ വലിയ ചുരുക്കത്തിൽപ്പെട്ട ചില ഉദാഹരണങ്ങൾ നമ്മൾ സൂചിപ്പിച്ചത്. ആരാണെങ്കിലും അവര് മക്കയിലും മദീനയും പ്രവേശിക്കുന്നുണ്ടെങ്കിലും അവര് മുശ്രിക്കുകളോ കാഫിറോ ആണെങ്കിൽ അവർക്കതിന് അർഹതല്ല. ഇസ്ലാം വിലക്കിയ വിഷയമാണ് അവർ ചെയ്യുന്നതെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇനി വേറൊരു കാര്യം, ഈ ഒരു കുടുംബത്തില് പിതാവ് മുശ്രിക്കാണെന്ന് വെക്കുക, അല്ലെങ്കിൽ മക്കളും മുശ്രിക്കുകളാണെന്ന് വെക്കുക. അങ്ങനെയാകുമ്പോൾ അവര് പരസ്പരം അനന്തരാവകാശം എടുക്കുകയില്ലാണ്. ഒരു ഉദാഹരണം, ഒരു വീട്ടില് വാപ്പ മുശ്രിക്കാന്ന് വെക്കുക, മക്കളൊക്കെ മുവഹിദുകളാണ്, എന്നാൽ വാപ്പാന്റെ സ്വത്ത് മക്കൾ കിട്ടൂല എന്നാണ് പറഞ്ഞത്. ഇതുപോലെ നേരെ തിരിച്ച്, ഏത് വാപ്പ മുവഹിദാണ്, അതേസമയം മക്കൾ മുശ്രിക്കുകളാണ്, എന്നാൽ മക്കളുടെ സ്വത്ത് ആ മുശ്രിക്കായി മരിച്ച ആ മകന്റെ സ്വത്ത് വാപ്പാക്ക് കിട്ടൂല. വാപ്പ മോമിനാണ്, ഇവര് മുശ്രിക്കുകളാണ്, ഭാര്യയെ മുശ്രിക്കാന്ന് വെക്കുക, മുശ്രിക്കത്താന്ന് വെക്കുക, എങ്കിൽ അദ്ദേഹത്തിന്റെ സ്വത്ത് ബൈത്തുൽ മാൽക്ക പോവാണ്, അത് കിട്ടില്ല, മക്കൾക്ക് അവകാശമില്ലാണ്. സഹീഹ് മുസ്ലിമുള്ള ഒരു ഹദീസ്, ലാ യരിസുൽ മുസ്ലിം അൽ കാഫിർ, ഒരു മുസ്ലിം ഒരിക്കലും കാഫിറിനെ അനന്തരം എടുക്കുകയില്ല. കാഫിറിന്റെ സ്വത്തിന് മുസ്ലിമിന് അവകാശമില്ലെന്നാണ്. വലൽ കാഫിർ, അതുപോലെ കാഫിറിന് അവകാശമില്ല അൽ മുസ്ലിം, ഒരു മുസ്ലിമിന്റെ സ്വത്തും. സഹീഹ് മുസ്ലിമിലുള്ള ഹദീസാണ് ഇവിടെ നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഏതായാലും ശരി, ഇങ്ങനെയുള്ള കുറെ പ്രശ്നങ്ങൾ, ഏറ്റവും വലിയ പ്രശ്നം ദുനിയാവിലല്ല,
അവൻ സ്ഥിരമായി നരകത്തിലായിരിക്കും വലിയ ശിർക്ക് വന്നു കഴിഞ്ഞാൽ എന്ന് നമ്മൾ ഭയപ്പെടേണ്ടതുണ്ട്. എന്നിട്ട് ഈ ഒന്നാമത്തെ നാഫിൽ തകർക്കുന്ന വിഷയം ഇബ്നു അബ്ദുൽ വഹാബ് പറഞ്ഞിട്ട് പിന്നെ പറഞ്ഞെന്താ, ഫമിൻ ദാലിക, ഈ ശിർക്കിൽപ്പെട്ടതാണ്, ഈ തൗഹീദിനെ തകർക്കുന്ന വിഷയത്തിൽപ്പെട്ടതാണ് ദുആഉൽ അംവാത്ത്, മരിച്ചവരോട് പ്രാർത്ഥിക്കുക, വൽ ഇസ്തിഗാസത്തു ബിഹിം, അവരോട് സഹായം തേടുക, വൻ നദറു ലഹും, അവർക്ക് നേർച്ച നേരുക, വൽ ദബ്ഹു ലഹും, അവർക്ക് വേണ്ടി അറവ് നടത്തുക. അപ്പൊ ഇവരോടൊപ്പം പ്രാർത്ഥിക്കുന്നവരില്ലേ ഉണ്ടല്ലോ, റബ്ബിനോട് മാത്രം പ്രാർത്ഥിക്കുന്ന ഒരു വിഷയമുണ്ട്. നമ്മളിപ്പോ സൂറത്ത് ഫാത്തിഹ നമുക്കറിയാം, ആകെ റബ്ബിനെ നമ്മൾ നന്നായി പരിചയപ്പെടുത്തുകയാണ്, അവന്റെ നാമങ്ങളും വിശേഷണങ്ങളൊക്കെ. ഈ ഒരു കാര്യം പറയാൻ പോകുമ്പോൾ ചെയ്യുന്ന വിഷയമാണ്. അതിനിവിടെ കഴിഞ്ഞാൽ ഒന്നുകൂടി വരും, അതൊന്ന് സൂചിപ്പിക്കണം ഓർമ്മയായതുകൊണ്ട്. അപ്പൊ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, എന്താ റബ്ബിനെ സ്തുതിക്കാണല്ലോ. അപ്പൊ റബ്ബ് പറയും എന്റെ അടിമ എന്നെ മഹത്വപ്പെടുത്തി എന്നൊക്കെ പറയും. അതുപോലെ അർ-റഹ്മാൻ പറയുന്നത് റബ്ബിന്റെ വേറെ രണ്ട് പേരാണ്. ആദ്യം പറഞ്ഞ റബ്ബുൽ ആലമീനാണ്, റബ്ബ് എന്ന് പറഞ്ഞു, ലോകങ്ങളുടെ റബ്ബ്. പിന്നെ മാലിക് യൗമിദ്ദീൻ, മാലിക് അത് വേറൊരു പേരാണ്, പ്രതിഫല ദിവസത്തിന്റെ ഉടമസ്ഥൻ. പിന്നെ നമ്മുടെ ഒരു കരാറ് പറയണം, ഇയ്യാക നഅ്ബുദു ഇയ്യാക നസ്തഈൻ, നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു. ഇങ്ങനെയുള്ള ആമുഖമൊക്കെ പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനാണ്. അതെന്താ, ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, ഞങ്ങളുടെ അല്ലാഹു നീ നേർവഴിയിൽ ചേർക്കണമേ. റബ്ബിനോട് മാത്രം ചോദിക്കേണ്ട വിഷയം. അതുപോലും ഇന്ന് മരിച്ചുപോയ ആൾക്കാരോട് ചോദിക്കാം എന്ന് വിശ്വസിക്കുന്നവരുള്ള നാട്ടിലാണ് നമ്മളൊക്കെ ജീവിക്കുന്നത്. ഇത് നിങ്ങൾ ആലോചിക്കണം. വളരെ അപകടം പിടിച്ച വിഷയങ്ങളിലൂടെയാണ് മനുഷ്യന്മാർ നടന്നു നീങ്ങുന്നത്. ഖുർആനിലുള്ളത് ഹദീസിലുള്ളതും പഠിക്കാൻ തയ്യാറാവാതെ പാർട്ടിക്ക് വേണ്ടി വാശിക്ക് വേണ്ടിയൊക്കെ ശിർക്കൻ വിശ്വാസങ്ങൾ പ്രചരിപ്പിക്കുന്നവരും അത് മനസ്സിൽ ഈമാൻ കൊള്ളുന്നവരും നഖീദയെ സൂക്ഷിക്കുന്നവരൊക്കെ ഉണ്ട്. അപ്പൊ ഇതൊക്കെ ആര് ചെയ്താലും, മുസ്ലിം എന്ന പേരുള്ളവർ ചെയ്താൽ ആര് ചെയ്താലും അള്ളാഹ്ക്ക് അവകാശപ്പെട്ടത് അവന് തന്നെ കൊടുക്കണം. സൃഷ്ടികൾക്ക് അത് തിരിച്ചുവിട്ടാൽ അത് ശിർക്കായി മാറും. അതുപോലെ അവരുടെ പേരിൽ അറവ് നടത്തുക, അത് പറ്റില്ല. പരിശുദ്ധ ഖുർആൻ പറഞ്ഞു സൂറത്ത് അൻആമിൽ 162, പറയുക പ്രവാചകരെ, ഇന്ന സ്വലാത്തി, തീർച്ചയായും എന്റെ നമസ്കാരം, വനുസുക്കി, എന്റെ വഴിപാടുകൾ, അതുപോലെ മറ്റുള്ള കർമ്മങ്ങൾ, അതുപോലെ മഹിയായ എന്റെ ജീവിതം, മമാത്തി, എന്റെ മരണം, അതെല്ലാം ലില്ലാഹ് റബ്ബിൽ ആലമീൻ, ലോകങ്ങളുടെ റബ്ബായ അള്ളാഹുവിനാണ്. ലാ ശരീക ലഹു, യാതൊരു പങ്കുകാരും ഇല്ല. അതുപോലെ ഫസ്വല്ലി ലിറബ്ബിക വൻഹർ, താങ്കളുടെ റബ്ബിന് വേണ്ടി നമസ്കരിക്കുക, അവന് വേണ്ടി അറവ് നടത്തുക എന്നാണ് പരിശുദ്ധ ഖുർആൻ നമുക്ക് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഏതായാലും ഈ ശിർക്ക്, ഇബാദത്തിലുള്ള ശിർക്ക് വലിയ ശിർക്കാണ്. അത് വന്നു കഴിഞ്ഞാൽ ഒരുപാട് ദുനിയാവിൽ തന്നെ പ്രശ്നങ്ങളുണ്ട്. അതിന് പുറമെ പരലോകത്തിൽ അവന്റെ ഭാവി വളരെ മോശമാണ്. അപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാഹ് തകർക്കുന്ന ഒരു നാഖിനെ പറ്റി അത്രയും നമ്മൾ